AK ആന്റണിക്ക് വൈകിയ വേളയിലും തിരിച്ചറിവ് വന്നത് നല്ലതാണെന്നാണ് CK ജാനു പറയുന്നത്. പ്രശ്നത്തിന് രാഷ്ട്രീയ പരിഹാരമാണ് ഉണ്ടാക്കേണ്ടത്. മുത്തങ്ങ കേസിന്റെ ഭാഗമായി ഇപ്പോഴും ആദിവാസി വിഭാഗത്തിലുള്ള ആളുകൾ കോടതി കയറി ഇറങ്ങുന്നു. ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ലെന്നും CK ജാനു. ഈ വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞല്ലോ അത് ചെയ്തത് തെറ്റാണെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായതിൽ അങ്ങനെ ഉണ്ടായതിൽ എന്താ ഒരു ചെറിയ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. മരണപ്പെട്ട ആളുകളുടെ പേരിലുള്ള കേസ് തീർന്നു. ഞങ്ങളൊക്കെ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. മുത്തങ്ങയിൽ അന്ന് കയറിയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെ ഭൂമി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇന്നലെ തിരുവനന്തപുരം ഇന്ദിരാഭവനിലേക്ക് ആന്റണി വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. ആ വാർത്താ സമ്മേളനത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, ആരെയും കൊലപ്പെടുത്തുന്നത് കാണാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ, രക്തം ചൊരിയുന്നൊന്നും കാണാൻ ഇഷ്ടമില്ലാത്ത ആൾ തന്നെയാണ്. മുത്തങ്ങയിൽ സംഭവിച്ചതിലും അതുപോലെ മാറാടിലും ശിവഗിരിയിലുമൊക്കെ സംഭവിച്ചതിൽ അദ്ദേഹത്തിന് ഖേദമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും ചേരുകയാണ്. CK ജാനുവുമായി സംസാരിച്ചത് സുർജിത്തായിരുന്നു. പറയൂ സുർജിത്ത്, CK ജാനു പറയുന്ന പോലെ ആദിവാസികൾ ഇപ്പോഴും കോടതി കയറിയിറങ്ങുകയാണോ ഈ മുത്തങ്ങ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ? തീർച്ചയായും AK ആന്റണി ഈ മുത്തങ്ങ സംഭവത്തിലടക്കം ഖേദം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇന്നലെ സംഭവിച്ചിരുന്നു. അതിന് മറുപടിയായാണ് CK ജാനു പറഞ്ഞിട്ടുള്ളത്. ഈ വൈകിയ വേളയെങ്കിലും ഇത്തരം ഒരു തിരിച്ചറിവുണ്ടായത് നല്ലതാണ് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു മാപ്പ് നൽകേണ്ട പ്രശ്നമല്ല ഇത്. കാരണം ഇപ്പോഴും ആദിവാസി സമൂഹം അതുപോലെ തന്നെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. UDF സർക്കാരിൻ്റെ കാലത്താണ് പല ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകൾക്കും ഭൂമി ലഭ്യമാക്കിയതെങ്കിൽ പോലും ആ വിഷയം, അന്നത്തെ ആ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് ക്രൂരമായ വേട്ടയായിരുന്നു എന്നായിരുന്നു പറയുന്നത്. കാരണം അത്രമാത്രം വലിയ രീതിയിൽ കുട്ടികളെ പോലും ഉപദ്രവിക്കുന്ന തരത്തിലേക്കാണ് ആ ഒരു വിഷയം ഉണ്ടായിട്ടുള്ളത്, ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് പലപ്പോഴും വേട്ടപ്പട്ടികളുടെ സ്വഭാവമാണ് പോലീസ് കാട്ടിയതെന്നുള്ള ഗുരുതരമായ രീതിയിലുള്ള വിമർശനം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വേണ്ടത് രാഷ്ട്രീയ പരിഹാരമാണ്. ആ രാഷ്ട്രീയ പരിഹാരം എന്നുള്ളത് ആദിവാസികൾക്ക് ഭൂമി ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. തികച്ചും ജനാധിപത്യപരമായ സമരമായിരുന്നു മുത്തങ്ങയിൽ നടന്നത്. ഒരു തരത്തിലുള്ള അക്രമോത്സുകത പ്രകടിപ്പിക്കുന്ന സമരമായിരുന്നില്ല ആദിവാസികൾ നടത്തിയത്. പക്ഷേ അതിന് നേരെ ഉണ്ടായത് പോലീസിൻ്റെ നരനായാട്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്ന കാര്യം. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വണ്ടിയിൽ അടക്കം ഇട്ടുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ കേസുകൾക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട മനുഷ്യർക്ക് കോടതി കയറി ഇറങ്ങാനേ നേരമുള്ളൂ എന്നുള്ളതും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സമ്മർദ്ദം അവരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് AK ആന്റണി പറഞ്ഞത്. പക്ഷേ അങ്ങനെ ഒരു സമ്മർദ്ദമുണ്ടെങ്കിൽ ആദിവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയാണോ വേണ്ടത് എന്നുള്ള ചോദ്യമാണ് CK ജാനു ഉയർത്തുന്നത്. മുത്തങ്ങ സമരം പൂർണ്ണമായും ജനാധിപത്യപരമായ സമരമായിരുന്നു. പക്ഷേ ആ സമരത്തിന് നേരെയുണ്ടായ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് വലിയ രീതിയിലുള്ള ആക്രമണം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞാലും അതിനകത്ത് മാപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് CK ജാനു സ്വീകരിച്ചിരിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.